എടാ, നിന്നോടേ കുറച്ച് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണം. അതാണ് ഇപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞത്. നിൻ്റെ പെർഫോമൻസ് ഭയങ്കര മോശമാണ്. അല്ല, അത് കുഴപ്പമില്ല. കാരണം നിന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നിൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന്. പിന്നെ എനിക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു റെക്കമെൻഡേഷനാണ് നിന്നെ എൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തിയത്. എടാ, 3 തരത്തിലുള്ള ആളുകളുണ്ട് ലോകത്ത്. ആദ്യത്തെ ആളുകൾ, അവരുടെ കുഴി അവർ തന്നെ കുഴിക്കും. രണ്ടാമത്തെ ആളുകൾ എങ്ങനെയൊക്കെ ആ കുഴിയിൽ വന്ന് കറക്റ്റായിട്ട് വീഴും. പിന്നെ മൂന്നാമത്തെ ആളുകളുണ്ട്, ആരൊക്കെയോ കണ്ണോ കയ്യോ ഒക്കെ പൊത്തിയിട്ട് അവരെ കുഴിയിലോട്ട് തള്ളി അങ്ങിടും. പക്ഷേ ഇവർ 3 പേരും ചെയ്യുന്ന ഒരു പൊട്ടത്തരമുണ്ട്. എന്നാണെന്നറിയോ? ആ കുഴിയിൽ നിന്ന് പുറത്ത് വരാൻ നോക്കുകയല്ല, പിന്നെ അത് കുഴിച്ച് 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 അതിൻ്റെ ആഴം കൂട്ടും. ലക്ഷങ്ങൾ മുടക്കി പഠിച്ചു. എന്തിനാ? ആയിരങ്ങൾ സമ്പാദിക്കാം. ആയിരങ്ങൾ സമ്പാദിച്ച് ലക്ഷങ്ങളുടെ ഫോണ്, ലക്ഷങ്ങളുടെ വണ്ടി, ഒരു EMI കഴിഞ്ഞാൽ അടുത്തൊന്ന്, അല്ലേ? അത് കഴിഞ്ഞ് കല്യാണത്തിന് EMI, അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കൊച്ചിന് സ്റ്റുഡൻറ്റ് ലോൺ, അത്. എടാ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിൻ്റെ തന്തയും തള്ളയും സമൂഹം എന്താണോ നിന്നോട് ചെയ്തത്, നീ ഇത് തന്നെയായിരിക്കും നിൻ്റെ കൊച്ചിനോട് ചെയ്യാൻ പോകുന്നത്. നിനക്കിപ്പോൾ സ്വന്തമായിട്ടൊരു ജോലിയുണ്ട്, നീ നിൻ്റെ കൈ കൊണ്ട് സമ്പാദിക്കുന്നുണ്ട്, നിൻ്റെ കാലുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ നീ നിൻ്റെ തലച്ചോറ് കൊണ്ട് നീ ചിന്തിക്കുന്നില്ല. അത് നീ എവിടെയോ പണയം വെച്ചിരിക്കുക. അതങ്ങ് തിരിച്ചെടുക്കണം. ഒരു റെസിഗ്നേഷൻ തന്ന് നിന്നെ പറഞ്ഞു വിട്ടാൽ നിൻ്റെ കരിയർ ബാധിക്കും. നിനക്ക് വേറെ പാഷൻസ് ഉണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ നീ അതൊന്നും ഇതുവരെ തുറന്ന് എന്നോട് പോലും പറഞ്ഞിട്ടില്ല. എടാ, ഞാൻ ഈ തൊഴിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന, അതുകൊണ്ട് എനിക്കിതുവരെ മടുത്തിട്ടില്ല. ഒരു തൊഴിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. എടാ, ഒന്നിൽ നിന്ന് തുടങ്ങുന്നൊരു തെറ്റല്ല. അതുകൊണ്ട് നീ തല താഴ്ത്തിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഈ ക്രിറ്റിസിസത്തിനൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ നീ ഇതിനെ പേടിച്ചാൽ, ഇപ്പോൾ നീ വേദനകളിൽ നിന്ന് ഒളിച്ചോടിയാൽ, ഇതിനേക്കാളും 10 ഇരട്ടി വലിയ വേദന നിന്നെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നീ പേപ്പറെടു. നീ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ എനിക്കോ നിനക്കോ കമ്പനിക്കോ യാതൊരു കാര്യമില്ല. ഇപ്പോൾ നിനക്ക് ചെയ്തു തരാവുന്ന ഏറ്റവും നല്ല കാര്യം ഞാൻ നിനക്ക് ചെയ്തു തരുന്നത്. ഇനി നീ നിനക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യും. ചിരിക്കണം.